മഴ പെയ്യുമ്പോൾ മഴവെള്ളം ഇലകളിൽ വീഴുന്നത് സ്വാഭാവികമാണ്. പക്ഷേ താമരയിലയിൽ വെള്ളം പരക്കാതെ മുത്തുപോലെ ഉരുണ്ടു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം താമരയില യഥാർത്ഥത്തിൽ മിനുസമുള്ളതല്ല. മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് നോക്കിയാൽ ചെറിയ കുന്നുകളും താഴ്വാരങ്ങളും പോലെയുള്ള ഉപരിതലവും അതിനു മുകളിൽ മെഴുകുപോലെയുള്ള ഒരു വാക്സ് പാളിയും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വെള്ളത്തിന് ഇലയെ മുഴുവൻ സ്പർശിക്കാൻ കഴിയില്ല. ഇലയുമായി വളരെ ചെറിയ ഭാഗം മാത്രമേ സമ്പർക്കത്തിൽ വരുള്ളൂ. അതിനാൽ വെള്ളം പരക്കാതെ മുത്തുപോലെ ഉരുണ്ട തുള്ളികളായി നിൽക്കും. ഉരുണ്ടിറങ്ങുന്ന ആ വെള്ളത്തുള്ളികൾ പൊടിയും അഴുക്കും കൂടെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അതായത് താമരയില സ്വയം വൃത്തിയാകുന്നു. ഈ അത്ഭുതത്തെയാണ് ശാസ്ത്രലോകം ലോട്ടസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ താമരയിലയിൽ നിന്ന് പഠിച്ച ഈ തന്ത്രം ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. വെള്ളമൊട്ടാത്ത വസ്ത്രങ്ങൾ, സെൽഫ് ക്ലീനിങ് ഗ്ലാസുകൾ, പ്രത്യേക പെയിന്റുകൾ, സോളാർ പാനൽ കോട്ടിങ്ങുകൾ എന്നിവയിലെല്ലാം ഇതേ ആശയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രകൃതിയിലെ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും നിരീക്ഷിച്ച് അവയിൽ നിന്ന് ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട് പുതിയ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്ന രീതിയെയാണ് നമ്മൾ ബയോമിമിക്രി എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞർ പ്രകൃതിയിൽ നിന്ന് പഠിച്ചതുപോലെ നിങ്ങൾക്കും പ്രകൃതിയെ ശ്രദ്ധിക്കാൻ തുടങ്ങാം. നമ്മുടെ ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു ചോദ്യം, അതായിരിക്കും ഒരു പുതിയ കണ്ടുപിടുത്തത്തിന്റെ തുടക്കം.